ആ രവി, നേരത്തെ എത്തിയല്ലോ. പിന്നെ നേരത്തെ എത്താതെ ഇവിടെ എത്താൻ ഇവൾക്കായിരുന്നു തിടുക്കം. ഇത് കണ്ട മോനെ, ഇതാണ് യഥാർത്ഥ സ്നേഹം. നീ നയനമോളെ കണ്ടില്ലേ? തൽക്കാലം ഇവിടുത്തെ കാര്യം നീ വിട്ടേക്ക്. അകത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി. പെരുന്നുകാരെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി കല്യാണം കഴിഞ്ഞ് പെണ്ണും ചെറുക്കനൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും വരെ രവി ഉണ്ടാവല്ലോ. എങ്ങോട്ട് പോകാനാ? പെണ്ണും ചെറുക്കനും ആയിരപ്പുറം തന്നെയല്ലേ. നിനക്ക് നിന്റെ പ്രിയപ്പെട്ട അനന്തരവളെ തന്നെ കിട്ടിയല്ലോ, പിന്നെന്തു വേണം? അതെ മാഷെ, ഈശ്വരൻ ഞാൻ ആഗ്രഹിച്ചാലും നേരത്തെ ചാരുമോളെ എന്റെ അടുത്തെത്തിച്ചു. എന്നിട്ട് കല്യാണ പെണ്ണെവിടെ? നാളെയല്ലേ ഹൽദി. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട് കല്യാണ പെണ്ണിനെ ഒരുക്കാൻ. ചാരു അതിന്റെ തിരക്കില. ഞാൻ ആദ്യമേ പറഞ്ഞതാ ഈ ഹൽദി ഒന്നും വേണ്ടാന്ന്. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ ഫാഷൻ. താനത് വിടറോ, കുട്ടികളുടെ കാര്യമല്ലേ. എന്താ ഇവിടെ നിൽക്കുന്നത്? വാ അതിയോ. അമ്മേ, ഇതൊക്കെ പഴയ ആഭരണങ്ങളല്ലേ? അതൊക്കെ ചാരുന് കൊടുക്കുന്നതിന് അമ്മ വിഷമിക്കുന്ന എന്തിനാ? നിനക്കത് പഴയ ആഭരണങ്ങളാ. നിന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോ എനിക്ക് ബാലന്റെ അമ്മ തന്ന ആഭരണങ്ങളാ. ഓ, അത് ഈ തറവാടിന്റെ അധികാര കൈമാറ്റം പോലെയായിരുന്നു. ആ ആഭരണങ്ങൾ എനിക്ക് കിട്ടിയപ്പോ എനിക്ക് എത്രമാത്രം സന്തോഷമായിരുന്നു എന്നറിയോ. ഈ ആയിരപ്പുറ വീട്ടില് എന്റേതായിട്ടുള്ളൊരു സ്ഥാനം, ബാലേട്ടന്റെ ഭാര്യ, അഭിമാനം തോന്നി എനിക്കൊരുപാട്. പക്ഷെ നിന്റെ അച്ഛന്റെ അനിയത്തി, നശിച്ചവളുടെ അമ്മ, അവൾക്കായിരുന്നു അന്നും എന്നെക്കാളും ഇവിടെ സ്ഥാനം. അന്നു മുതൽ തുടങ്ങിയതാ എനിക്ക് ഈ നഷ്ടങ്ങള്. നിന്റെ അച്ഛന്റെ സ്നേഹം, എന്റെ ഇവിടുത്തെ ജീവിതം, അങ്ങനെ എല്ലാം. എടാ, ഞാൻ കരഞ്ഞത് ആരും കണ്ടിട്ടില്ല, കാണിച്ചിട്ടില്ല, കാണിച്ചിട്ട് കാര്യമില്ല. നിന്റെ അച്ഛൻ അന്നും വലുത് അവളായിരുന്നു. അമ്മ, ഞാൻ അത്രയൊന്നും ചിന്തിച്ചില്ലായിരുന്നു. എനിക്ക് എന്താടാ ഈ വീട്ടിൽ സ്ഥാനം? നിന്റെ അച്ഛൻ പറയുന്നതനുസരിച്ച് അടുക്കള പണിയെടുത്ത് മക്കളെ നോക്കിയിരിക്കുന്ന ഒരാള്. എനിക്കറിയാം അമ്മേ, അതുകൊണ്ടല്ലേ അമ്മ പറയുന്നത് അതുപോലെ ഞാൻ കേൾക്കുന്നത്. ചാരു അവളുടെ തള്ളയും കാരണം ഒരുപാട് ഞാൻ അനുഭവിച്ചു. ഇനി അതിനുള്ള മറുപടി കൊടുക്കണം. ഇട ആഭരണം പോകുന്നതിലല്ല, നിന്റെ അച്ഛന്റെ മനസ്സിൽ ഇത്രയും നാളും എന്റെ സ്ഥാനം എന്തായിരുന്നു? മക്കളെ പ്രസവിച്ച് വളർത്തുന്ന ഒരു സ്ത്രീ മാത്രമാണോ? അറിയണം എനിക്ക്, അറിയിച്ചു കൊടുക്കണം എനിക്ക്. അമ്മേ, ഞാനില്ലേ കൂടെ? അമ്മക്കറിയല്ലേ, എല്ലാത്തിനുള്ള മറുപടിക്ക് ഈ കല്യാണ ദിവസം വരെ നമ്മൾ കാത്തിരുന്നാ പോരെ? കരയല്ലേ? പോട്ടെ. ഇല്ല, കഴിഞ്ഞു. വേണ്ട, ലാസ്റ്റ് ടച്ചപ്പാ. എനിക്കറിയാം, ഒരുപാട് ആഭരണങ്ങളൊന്നും അണിഞ്ഞു നടക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വഭാവമാണെന്ന്. എന്റെ ചാരുമോക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ബ്യൂട്ടീഷ്യനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല.
അല്ലാതെ തന്നെ എന്റെ ചാരു സുന്ദരി കുട്ടിയല്ലേ. പക്ഷേ അമ്മായി മോക്കു വേണ്ടി മേടിച്ച നെക്ലസാ ഇത്. ഇതണിഞ്ഞു വേണം എന്റെ മോള് കല്യാണത്തിന് ഇറങ്ങാൻ. എന്റെ മോള് ഞാറുകണ്ട വീട്ടിൽ എത്ര കഷ്ടപ്പെട്ടാ കഴിഞ്ഞുകൂടിയെന്നൊക്കെ അമ്മായിക്കറിയാം. മോള് ഞാറുകണ്ടത്തിൽ അനുഭവിച്ചതൊന്നും ഇവിടെ അനുഭവിക്കേണ്ടി വരില്ല. അത് ഈ അമ്മായി ഉറപ്പു തരാം. മോള് കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ പഴയ സ്വർണങ്ങൾ മാറ്റി വാങ്ങിയതാണെന്നൊക്കെ അമ്മായിക്കറിയാം. ബാക്കിയുള്ളതൊക്കെ ചിട്ടി പിടിച്ചും മോള് സമ്പാദിച്ചും ഒക്കെ കൊണ്ടുവന്നാണെന്ന് അമ്മായിക്കറിയാം. എന്നാലും അമ്മായി സ്നേഹം കൊണ്ട് തരുന്ന ഈ മാല എന്റെ മോള് വേണ്ടാന്ന് പറയരുത്. അയ്യോ, അതമ്മായി, എനിക്ക് ഇങ്ങനത്തെ നെക്ലസും ഡയമണ്ടും ഒന്നും തീരെ ചേരില്ല. അമ്മായി പറഞ്ഞ പോലെ എനിക്ക് സ്വർണത്തോട് അങ്ങനെ വലിയ ഭ്രമമൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ട് നടക്കുക, അതാ എനിക്കിഷ്ടം. എന്റെ മോൾ അങ്ങനെ പറയല്ലേ. ഈ നെക്ലസ് മോക്ക് ചേരുമെന്ന് അമ്മായിക്ക് ഉറപ്പാ. എന്റെ ഒരു ആഗ്രഹമല്ലേ. ഇതിട്ടിട്ട് എന്റെ മോള് കണ്ണാടി പോയി നോക്കിയേ. എന്റെ മോക്ക് ചേരുന്ന മാല തന്നെ അമ്മായി വാങ്ങിയത്. എന്റെ മോള് അമ്മായിക്ക് വേണ്ടി ഒന്നിട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ല, അത് ബാലമാമൻ അറിയ പോലും ചെയ്യാതെ ഞാനിത് വാങ്ങിയ. കൊള്ളാം. അദ്ദേഹത്തിന്റെ ഉള്ളിലെ പേടി എന്താണെന്നറിയോ? ആയിരപ്പറയിലേക്ക് മോള് മരുമോളായിട്ട് വന്നു കയറുമ്പോ ഞാൻ എങ്ങനെ പെരുമാറും എന്നുള്ള സംശയ. എന്തിനാ ചാരുമോളെ ഞാൻ മോളോട് മോശമായിട്ട് പെരുമാറുന്നേ? എന്റെ മോൾ എനിക്ക് അന്യ പെൺകുട്ടിയാണോ? പിന്നെ മാഷ് അങ്ങനെ സംശയിക്കുന്നതിലും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. പലപ്പോഴും മോളോട് പെരുമാറിയിട്ടുള്ളതും അങ്ങനെയാണല്ലോ. പക്ഷെ സത്യത്തില് മോളോടുള്ള ഇഷ്ടക്കുറവുകൊണ്ടല്ല, ഇഷ്ട കൂടുതൽ കൊണ്ടാണെന്ന് പറഞ്ഞാ മോള് വിശ്വസിക്കില്ല. ഞാൻ പറയുന്നത് സത്യ. എനിക്ക് പേടിയാ മോളെ. എന്റെ മോക്കറിയാലോ, ഒരുപാട് കണക്കുകൂട്ടലോട് കൂടിയാ അമ്മാവൻ നിന്റെ അമ്മയെ ആ ശാന്തപ്പിന് കെട്ടിച്ചു കൊടുത്തത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു സ്വന്തം അനിയത്തിയോട്. ശരിക്കും പെങ്ങളല്ല, മകളെ പോലെ ആയിരുന്നു ലത. എല്ലാം ആ ശാന്തപ്പൻ നശിപ്പിച്ചില്ലേ? പാവത്തിനെ കൊന്നു കളഞ്ഞില്ലേ? അയാൾ ഒട്ടും മാറിയിട്ടില്ല. ശാന്തപ്പൻ ഇനി മാറാനും പോകുന്നില്ല. ബാലമാഷ അയാൾക്ക് ഏറ്റവും വലിയ ശത്രു. ആയിരപ്പറയിലേക്ക് നിന്നെ പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടി ഏത് മാർഗം അയാൾ സ്വീകരിക്കും. ആള് മാറിയ നിന്നെ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയുന്നത് നുണയാ.